ഹലോ, എല്ലാവർക്കും സുഖമല്ലേന്നേ? ഞാനിവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം വന്നൊരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി എന്താ ചമ്മന്തി അരയ്ക്കാമെന്ന് അങ്ങനെ ആലോചിച്ചത്. പെട്ടെന്ന് എൻ്റെ കണ്ണപ്പെട്ടതാണ് പീച്ചിങ്ങ. നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയോടുകൂടെ തന്നെ ഞാനൊരു പകുതി എടുത്ത് ഇങ്ങനെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അതിൻ്റെ അകത്തോട്ട് നമുക്കിനി വേണ്ടത് ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന്, പച്ചമുളക്, ഉഴുന്നുപരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്. ഇത് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇടയിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടു കേട്ടോ. ഫ്രഷ് കറിവേപ്പില ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. ഇതൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഉഴുന്നുപരിപ്പിൻ്റെയും പരിപ്പിൻ്റെയൊക്കെ മണം ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഈ ഒന്ന് മൂത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ വരുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇടാം, ഇല്ലെങ്കിൽ പിന്നെ ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മുടെ പീച്ചിങ്ങ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും വെള്ളമോ ഒന്നും തന്നെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഈ പീച്ചിങ്ങയിൽ തന്നെ അല്പം വെള്ളം ഉണ്ടാവും. ഇത് അടിപൊളി ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ ഒരു തക്കാളി അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരും. ഈ തൊലിയോടുകൂടി ഇട്ടെന്ന് വെച്ച് കഴിക്കത്തോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പുളി, നിങ്ങൾക്ക് എത്രയാണാവോ പുളി ആവശ്യം അതിന്. പിന്നെ തേങ്ങ ചിരകിയതോ ഇങ്ങനെ മുറിച്ചെടുത്തതോ എന്താവാം, നമ്മൾ എത്ര പീച്ചിങ്ങ എടുക്കുന്നോ അതിൻ്റെ ഒരു 1/4 ഭാഗം മതി തേങ്ങ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഇങ്ങനെ നന്നായി അരച്ചെടുക്കുമ്പോൾ നിങ്ങളൊന്നും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്തോട്ടോ. ഇത്രയുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പീച്ചിങ്ങ ചമ്മന്തി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും പിന്നെ ദോശ, ഇഡലി, അപ്പം, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെയും പോട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആണ് ഇത്. പിന്നെ ഞാൻ അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഈ താളിപ്പിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെ താളിക്കുമോ അങ്ങനെ താളിച്ചു. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് താളിക്കുന്നത്. എണ്ണയിലോട്ട് കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കറിവേപ്പിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. 2-3 ചുമന്ന മുളക് മാത്രം കിള്ളിയിട്ട് ഇത് താളിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് വേറെ അലങ്കാരങ്ങളൊന്നും വേണ്ട. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ പീച്ചിങ്ങ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചൂടിൻ്റെ സമയത്ത് നല്ല വയറ് തണുക്കാനും നല്ല ഹെൽത്തിയാണ്. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഡലി ദോശയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കടലയൊന്നും എടുക്കില്ല, ഈ പീച്ചിങ്ങ വെച്ചേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടാറ്റ, സി യു. സബ് ചെയ്യാത്തവരൊന്ന് സബും കൂടെ ചെയ്തേക്കണേ.